ചെറുപ്പത്തിൽ ഒരു വാഴക്കൊലയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ദേ ഈ പിണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് ആ വാഴപ്പിണ്ടി തോരൻ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. പിണ്ടി അരിയുന്ന സമയത്ത് വരുന്ന ആ ഒരു നാരുണ്ടല്ലോ, അത് അമ്മ ഇങ്ങനെ കയ്യിൽ ചുറ്റിയിട്ട് ഒരു ഫിംഗർ ക്യാപ്പ് പോലെ ആക്കി തരുവേ. ഞാനും അനിയത്തിയും കൂടെ ദേ ഈ ക്യാപ്പ് കിട്ടാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ. ഞാൻ അമ്മയായപ്പം ദാ ആ ക്യാപ്പ് എൻ്റെ മോളുടെ കയ്യിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഈ ഫ്ലാറ്റിലൊക്കെ വളരുന്ന കുഞ്ഞുങ്ങൾ വല്ലപ്പോഴും അല്ലേ ഇതൊക്കെ കാണുന്നേ. അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വാഴപ്പിണ്ടി ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അരിഞ്ഞെടുക്കുന്നതെല്ലാം കൂടി ഞാൻ വെള്ളത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ അങ്ങ് പെട്ടെന്ന് മാറിപ്പോവും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കുറച്ച് ഉഴുന്ന് കൂടി ഒന്നിട്ട് ഉഴുന്നൊന്ന് വറുത്ത് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഒന്ന് പിഴിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണേ. ആ പിണ്ടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വൻപയർ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ തോരൻ കഴിക്കാനായിട്ട്. ഇനി കുറച്ച് തേങ്ങയും കാന്താരിമുളകും വെളുത്തുള്ളിയും ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയതും കൂടെ നമ്മൾ ഈ തോരനിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാവേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി തോരൻ റെഡി. ചെറുപ്പത്തിൽ നമ്മൾ അറിയാതെയൊക്കെ വല്ല മുടിയും വയറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് പോകണമെന്നുണ്ടെങ്കിൽ ഈ വാഴപ്പിണ്ടി തോരൻ കഴിച്ചാൽ മതി എന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ ഞങ്ങളെ കഴിപ്പിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. നിങ്ങളെ ഇതുപോലൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടോ കൊച്ചിലെ? അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.